കഴിഞ്ഞ വീഡിയോയിൽ കോഷി യൂളർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നോക്കിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലെജൻഡ്രേസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും കോഷി യൂളറും ലെജൻഡ്രേസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇത് രണ്ടും വേരിയബിൾ കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റി കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. ആദ്യം നമുക്ക് ഇക്വേഷൻ നോക്കാം. a plus bx raised to n into d raised to n y by dx raised to n plus a1 into a plus bx raised to n minus 1 into d raised to n minus 1 y over dx raised to n minus 1 plus up to an into y is equal to 5, where ab, that is e തന്നിരിക്കുന്ന a യും b യും, and a1 up to an, that is this a1 up to an minus 1 an. ഇതെല്ലാം എന്താണ്? They are constant and phi is a function of x. This is called as a Legendre's linear differential equation. Okay. ഈ a യും b യും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന a1 up to an എന്താണ്? ഇത് കോൺസ്റ്റന്റ് ആണ്. ഈ തന്നിരിക്കുന്ന phi എന്താണ്? It is a function of x. ഇവിടെ phi 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? It becomes a homogeneous differential equation. ഇവിടെ phi not equal to 0 ആണെങ്കിൽ അതൊരു non homogeneous differential equation ആയിട്ട് മാറും. Okay. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഡെറിവേറ്റീവിന്റെയും കോഎഫിഷ്യന്റ് നോക്കാം. ഇവിടെ nth ഓർഡർ ഡെറിവേറ്റീവ് ടേമിന്റെ കൂടെ വന്നിരിക്കുന്നത് a plus bx raised to n ആണ്. ഓക്കെ. വേറെ നമ്മൾ കോഷി യൂളർ പഠിക്കാൻ നേരത്ത് അവിടെ a plus bx raised to n ന് പകരം സിംപ്ലി x raised to n മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ a plus bx raised to n ഉണ്ട്. എനിവേ ഇതൊരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് അല്ല, ഇതൊരു വേരിയബിൾ കോഎഫിഷ്യന്റ് ആണ്. കാരണം ഇവിടെ x എന്ന് പറയുന്ന ഒരു വേരിയബിൾ വരുന്നുണ്ട്. Similarly, if I take n minus 1th order derivative term, ഇവിടെ വരാൻ പോകുന്ന a plus bx raised ന്റെ പവർ എന്തായിരിക്കും? n minus 1 ആയിരിക്കും. And if I take dy by dx, that is the first order derivative term, അതിന്റെ കൂടെ വരുന്ന a plus bx ന്റെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. Okay. ഇനി ഇതേ ഇക്വേഷൻ, the first equation എനിക്ക് എങ്ങനെ എഴുതാം? I can rewrite a plus bx raised to n into d raised to n y. That is, ഈ തന്നിരിക്കുന്ന d by dx നെ ഞാൻ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ d വെച്ച് എന്ത് ചെയ്യണം? Substitute ചെയ്യണം. Therefore, the same equation I can rewrite a plus bx raised to n into d raised to n y plus a1 into a plus bx raised to n minus 1 into d raised to n minus 1 y plus up to a n y is equal to 5. ഈ സെയിം ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? യു ക്യാൻ സി വേരിയബിൾ കോഎഫിഷ്യന്റ് ആണ്. ഇതിനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയിട്ട് മാറ്റി എഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ എങ്ങനെ കിട്ടും? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വേരിയബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയിട്ട് മാറ്റി എഴുതാം? അതിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് a plus bx is equal to e raised to t. Okay. Whereas in Cauchy Euler we simply took x is equal to e raised to t. Legendre's ആണെങ്കിൽ എന്ത് ഉപയോഗിക്കാം? a plus bx, അതായത് ഈ ഇക്വേഷന്റെ കൂടെ വരുന്ന കംപ്ലീറ്റ് കോഎഫിഷ്യന്റ് അത് a plus bx is equal to e raised to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ if I take logarithm on both side I get t is equal to log a plus bx എന്ന് നമുക്ക് കിട്ടും. Okay. And if I take derivative of this, that is dt upon dx, I get 1 upon a plus bx into b. Okay. ഇനി ഈ dy by dx നെ എങ്ങനെ മാറ്റി എഴുതാം? I can write dy by dt into dt by dx എന്ന് മാറ്റി എഴുതാം. And what is dt by dx? dt by dx is equal to 1 upon a plus bx into b. Therefore, I am substituting dt by dx as b over a plus bx. Therefore, I get dy by dx is equal to dv by dt into b over a plus bx. Okay. ഇനി ഈ a plus bx ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. Therefore, I get a plus bx into dv by dx is equal to b into dv by dt. Okay. ഇനി ഈ d by dx നെ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ d വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് d by dt നെ എന്ത് ചെയ്യുന്നു? d1 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. Therefore, the same equation I can write a plus bx into dy is equal to b into d1y. Okay. That means ഈ y യും y യും കട്ട് ആയി എന്ത് കിട്ടും? I get a plus bx into d is equal to b into d1 എന്ന് കിട്ടും. That is, ഈ ഡെറിവേറ്റീവ് ടേമിന്റെ കൂടെ ഉണ്ടായിരുന്ന കോഎഫിഷ്യന്റ് that is a plus bx ആയിരുന്നുവെങ്കിൽ ഇതിനെ എനിക്ക് എന്തായിട്ട് മാറ്റി എഴുതാം? I can write b into d1. d1 ആണ് ഇവിടുത്തെ ഡെറിവേറ്റീവ് ടേം. ഇതിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് എന്താണ്? b ആണ്. b ഒരു കോൺസ്റ്റന്റ് ആണ്. That is
if you see this term a plus bx into dy, ഇതൊരു വേരിയബിൾ കോഎഫിഷ്യന്റ് ഡെറിവേറ്റീവ് ടേം ആണ്. ഇതിനെ എനിക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? ഐ ക്യാൻ സിംപ്ലി റൈറ്റ് b ഇൻറ്റു d1y എന്ന് റീപ്ലേസ് ചെയ്യാം. ഇവിടുത്തെ ഡെറിവേറ്റീവ് ടൈം d1 ആണ്, ഇതിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് b ആണ്, അതൊരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണ്. ഇതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ വരുന്ന ഈച്ച് ആൻഡ് എവരി ഡെറിവേറ്റീവ് ടൈമിനെ എനിക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡെറിവേറ്റീവ് ടൈം വെച്ചിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്യാം. അത് എങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്നാണ് ഈ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് a plus bx the whole square into d square, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? b square into d1 minus 1 എന്ന് റീപ്ലേസ് ചെയ്യുക. If it is a plus bx raised to 3 into d raised to 3 ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ b cube into d1 minus 1 into d1 minus 2 എന്ന് റീപ്ലേസ് ചെയ്യുക. ഇനിയിപ്പോൾ a plus bx raised to 4 into d raised to 4 ആണെങ്കിൽ എന്ത് ചെയ്യുക? b raised to 4 into d1 minus 1 into d1 minus 2 into d1 minus 3 എന്ന് റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. യു ക്യാൻ സി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്? വേരിയബിൾ കോഎഫിഷ്യന്റ് ആണ്, പക്ഷെ നമ്മൾ അതിനെ എന്ത് റീപ്ലേസ് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതുന്നു. ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതുന്നതിൽ കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുന്നു. അതിന്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ള നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ പ്രോബ്ലം 1 plus x the whole square into d square y by dx square plus 1 plus x into dy by dx plus y is equal to sin log 1 plus x. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആൻഡ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഇപ്പോൾ ഈ തന്നിരിക്കുന്നത് ലെജൻഡ്രേസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ a plus bx the whole square, ഇവിടെ a 1 ആണ്, b യും 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് a plus bx എന്നുള്ളത് 1 plus x എന്നാണ്. therefore a എന്താണ്? a 1 ആണ്. here b is also is equal to 1. okay, so here we have to substitute 1 plus x is equal to e raised to t. therefore we get log 1 plus x is equal to t. okay, and 1 plus x into dy by dx നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? b into d1y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹിയർ b is already 1 ആണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? d1y y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then we have 1 plus x the whole square into d square y by dx square. this one b square into d1 minus 1 into y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b 1 ആണ്, അതുകൊണ്ട് b square 1 ആണ്. therefore this becomes simply d1 minus 1 into y. okay, therefore this equation I can write d1 minus 1 plus d1 plus 1 into y is equal to sin t എന്ന് എഴുതാം. കാരണം ഇവിടെ log 1 plus x t ആണ്. therefore sin log 1 plus x is equal to sin t. okay, therefore here I get d1 square minus d1 plus d1 plus 1 into y is equal to sin t. ഈ minus d1 ഉം plus d1 ഉം കട്ടായി പോകും. therefore I get d1 square plus 1 into y is equal to sin t എന്ന് കിട്ടും. ഓക്കെ, ഇനി തന്നിരിക്കുന്നതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കണ്ടുപിടിക്കണം. therefore ആദ്യം നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുകയാണ്. ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ ഈസ് ഈക്വൽ ടു d1 square plus 1 is equal to 0. therefore d1 is equal to plus or minus I എന്ന് കിട്ടും. therefore the complementary function, that is y is equal to c1 cos t plus c2 cos t എന്ന് കിട്ടും, plus c2 sin t എന്ന് കിട്ടും. ഓക്കെ, ഇത് with respect to t ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ x ലേക്ക് മാറ്റുക. therefore I get c1 into cos log 1 plus x plus c2 into sin log 1 plus x. ഓക്കെ, ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുകയാണ്.
Therefore I can write 1 upon d1 square plus 1 into sin t. Okay, ഇവിടെ a ഇവിടെ 1 ആണ്, sin 8t a 1 ആണ്. Therefore d square is equal to minus 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ d square is equal to minus 1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? minus 1 plus 1 എന്ന് വരും. അപ്പോൾ ഇത് 1/0 ആവും. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് ഒരു t ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. Therefore we get like this. അപ്പോൾ ഇവിടെ നമുക്ക് a1 ആണ്, d square minus 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവിടെ 1/d1 ആണ്. 1/d1 എന്ന് വെച്ചാൽ എന്താണ്? ഇന്റഗ്രേഷൻ ആണ്. Therefore I can write t/2 into integral sin t dt. Here I get minus t/2 into cos t എന്ന് കിട്ടും. ഓക്കെ, t എന്താണ്? t is equal to log 1 plus x. Cos t, cos into log 1 plus x divided by minus 2. ഓക്കെ, ഇവിടെ നമ്മൾ t ന്റെ ഫോമിലായിരുന്നു എന്തിലേക്ക് മാറ്റി? x ന്റെ ടൈമിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇന്റർവൽ എന്ന് പറയുന്നത്. Therefore complete solution എങ്ങനെ എഴുതാം? Complete solution y is equal to c1 cos log 1 plus x plus c2 sin log 1 plus x minus 1/2 into log 1 plus x into cos log 1 plus x. ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ. രണ്ടാമത്തെ ചോദ്യം, 2 plus 2x the whole square into d square y minus 6 times 2x plus 2 into dy plus 16y is equal to 0. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. പക്ഷേ തന്നിരിക്കുന്നത് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ടാകത്തില്ല, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്നത് ലെജൻഡ്രേസ് ഇക്വേഷൻ ആണ്. അപ്പോൾ അതിനെ നമ്മൾ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയിട്ട് മാറ്റി എഴുതാനായിട്ട് ഉപയോഗിക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 2 plus 2x is equal to e raised to t ആണ്. Therefore I get log 2 plus 2x is equal to t എന്ന് കിട്ടും. ഇനി ഈ 2 plus 2x the whole square into d square y നെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? I can write that is a plus bx square into d square y by ds square നെ b square into d1 into d1 minus 1 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ b എന്താണ്? നമ്മുടെ ചോദ്യത്തിൽ b 2 ആണ്. Therefore this one I can write 4 times d1 into d1 minus 1. Okay, minus 6 times 2x plus 2 into dy. ഇതിനെ എന്ത് ചെയ്യാം? b into d1y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 into 2 times d1y plus 16 is equal to 0. So here I get 4 times d1 square minus 4 times d1 minus 12 times d1 plus 16 into y is equal to 0. ഇവിടെ 16, ഇവിടെ ഒരു y ഉണ്ട്. Okay, and this one I can write 4 d1 square minus 16 d1 plus 16 into y is equal to 0. Okay, ഇനി നമ്മൾ ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ആദ്യം ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. That is 4 d1 square minus 16 d1 plus 16 is equal to 0. This I can write throughout 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. Therefore I get d1 square minus 4 times d1 plus 4 is equal to 0. This one we get d1 minus 2 the whole square is equal to 0. Therefore roots are d1 is equal to 2 comma 2. Therefore the complementary function I get c1 plus c2 into t into e raised to 2 times t. ഇനി നമ്മൾ t നെ എന്ത് ചെയ്യുക? തിരിച്ച് t is equal to log 2 plus 2x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore we get c1 plus c2 into log 2 plus 2x into e raised to 2t. e raised to 2t എന്ന് പറഞ്ഞാൽ we get 2 plus 2x the
ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. കാരണം ഇ റേസ് ടു ടി എന്ത് എഴുതാം? ഇ റേസ് ടു 2 ടൈംസ് ലോഗ് 2 പ്ലസ് 2x എന്ന് കിട്ടും. ഓക്കെ, ഈ 2 അങ്ങോട്ട് വരും, ഇതിന്റെ പവർ ആയിട്ട് വരും. Therefore, e raised to log 2 plus 2x the whole square എന്ന് വരും. That is, we get e raised to log 2 plus 2x the whole square എന്ന് വരും. This one we get 2 plus 2x the whole square. Therefore, we get complementary function, that is y is equal to c1 plus c2 into log 2 plus 2x into 2 plus 2x the whole square. മൂന്നാമത്തെ ചോദ്യം, 2x plus 3 the whole square into d square y by dx square minus 2 times 2x plus 3 into dy by dx minus 12 times y is equal to 6 times x. അപ്പോൾ ഇത് ലെജൻഡ്രേസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുക. ദാറ്റ് ഈസ് 2x plus 3 is equal to e raised to t ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore, we get log 2x plus 3 is equal to t എന്ന് കിട്ടുന്നു. ഫൈൻ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹിയർ b is equal to 2 ആണ്. ഓക്കെ, ഇവിടെ bx plus 3 എന്ന ഫോർമാറ്റിലാണ്. b ഇവിടെ 2 ആണ്. Therefore, this time I can rewrite 4 into d1 into d1 minus 1 minus 2 times 2 into d1 minus 12 into y is equal to 6 times x. 2x plus 3 is equal to e raised to t ആണ്. Therefore, x is equal to e raised to t minus 3 divided by 2. Therefore, 6 into e raised to t minus 3 divided by 2. ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. Now, from this we get 4 d1 square minus 4 d1. Here I get minus 4 d1 minus 12 into y is equal to 6 divided by 2 we get 3. Therefore, 3 into e raised to t minus 9. From this we get 4 d1 square minus 8 times d1 minus 12 into y is equal to e raised to 3t minus 9. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തെ നമ്മൾ ഇങ്ങനെ റിവൈറ്റ് ചെയ്തു, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആക്കി മാറ്റി എഴുതി. ഇനി ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കണ്ടുപിടിക്കണം. Therefore, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആദ്യം ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുക. Therefore, we get 4 times d1 square minus 8 times d1 minus 12 is equal to 0. Throughout 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. Therefore, we get d1 square minus 2 times d1 minus 3 is equal to 0. ഇവിടെ പ്രോഡക്റ്റ് മൈനസ് 3 ആണ്, സമ്മേഷൻ മൈനസ് 2 ആണ്. Therefore, I can take minus 3 and 1. Minus 3 plus 1 എന്ന് പറയുന്നത് minus 2 ആണ്. Minus 3 into 1 എന്ന് പറയുന്നത് minus 3 ആണ്. Therefore, this one I can rewrite d1 minus 3 into d1 plus 1 is equal to 0. Therefore, d1 is equal to 3 or minus 1. അപ്പോൾ റൂട്ട് 3 and minus 1 ആണ്. Therefore, the complementary function I can write y is equal to c1 e raised to 3t plus c2 e raised to minus t. ഇത് t ന്റെ ടൈം ആണ്. ഇതിനെ നമ്മൾ തിരിച്ച് x ന്റെ ടൈമിലേക്ക് കൊണ്ടുവരാം. Here e raised to t is equal to 2x plus 3 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. Therefore, e raised to 3t is equal to we get 2x plus 3 raised to 3 എന്ന് കിട്ടും. Therefore, this equation I can write y is equal to c1 into 2x plus 3 raised to 3 plus c2 into 2x plus 3 raised to minus 1. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. pi is equal to 1 upon 4 d1 square minus 8 times d1 minus 12 into 3 times e raised to t minus 9 into e raised to 0t എന്ന് എഴുതിയാണ്. Okay, and this equation I can write 1 upon 4 d1 square minus 8 times d1 minus 12 into 3 times e raised to t
minus 1 upon 4 d1 square minus 8 d1 minus 12 into 9 times e raised to 0t. Okay. ഇവിടെ 3 times e raised to 8t, ഇവിടെ a 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? d1 ന് a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore I get 1 upon 4 minus 8 minus 12 into 3 times e raised to t എന്ന് കിട്ടും. Minus here 1 upon ഇവിടെ e raised to 8t, a 0 ആണ്. Therefore we get 0 minus 0 minus 12 into 9 times e raised to 0t എന്ന് കിട്ടും. Therefore this I get 4 minus 8 minus 4 minus 12 minus 16 എന്ന് കിട്ടും. Therefore minus 3 divided by 16 into e raised to t. Then e minus plus ആവും. Therefore I get plus e 9 by 12 നെ I can write 3 by 4. Okay. e raised to 0t 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? e raised to t നെ 2x plus 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore I get minus 3 divided by 16 into 2x plus 3 plus 3 by 4. This one I can write minus 3 divided by 8 into x minus 9 divided by 16 plus 3 divided by 4. This one we get minus 3 divided by 8 into x plus 3 divided by 16. ഇതാണ് നമ്മുടെ particular integral എന്ന് പറയുന്നത്. Therefore complete solution y is equal to c1 into 2x plus 3 the whole cube plus c2 into 2x plus 3 raised to minus 1 plus minus 3 by 8 into x plus 3 by 16. ഇതാണ് complete solution. അടുത്ത നാലാമത്തെ പ്രോബ്ലം. To transform 1 plus s square into d square y by dx square plus 1 plus x into dy by dx plus y is equal to 4 cos log x plus 1 into a linear differential equation with constant coefficients, the required substitution is. തന്നിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇത് നോക്കിയാൽ നമുക്ക് കാണാം, ഇത് വേരിയബിൾ കോഎഫിഷ്യന്റ് ആണ്. ഇതിനെ ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ലെജൻഡ്രൈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? a plus bx is equal to e raised to t എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ a 1 ആണ്, b 1 ആണ്. Therefore 1 plus x is equal to e raised to t ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. Therefore correct answer option D ആണ്. 1 plus x is equal to e raised to t ആണ് ഇതിന്റെ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അഞ്ചാമത്തെ പ്രോബ്ലം നോക്കാം. To transform x into d square y by dx square plus dy by dx is equal to 1 by x into a linear differential equation with constant coefficients, the required substitution is. തന്നിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇവിടെ നമുക്ക് നോക്കാം, ഇത് വേരിയബിൾ കോഎഫിഷ്യന്റ് ആണ്. ഇതിനെ ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാനായിട്ട് നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ഇത് ലെജൻഡ്രൈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, പക്ഷെ ഇത് കോഷി യൂളർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ നോക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ x വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ we get x square into d square y by d square plus x into dy by dx is equal to 1 എന്ന് കിട്ടും. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്താണ്? ഒരു കോഷി യൂളർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? we have to substitute x is equal to e raised to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോഷി യൂളറിനകത്ത് x is equal to e raised to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തന്നിരിക്കുന്ന വേരിയബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. Therefore correct answer option D ആണ്. x is equal to e raised to t ആണ് നമ്മുടെ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്.